ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന് കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അസംഷൻസ് ആയിട്ടും, പിന്നെ ഒന്ന് പ്രിൻസിപ്പിൾസ്, പിന്നെ മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. ഇത് മൂന്നെണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ മൂന്ന് ഹെഡിലും ബേസിക് അസംഷൻസിലും, ബേസിക് പ്രിൻസിപ്പിൾസിലും, മോഡിഫൈങ് പ്രിൻസിപ്പിൾസിലും നമ്മൾ കുറച്ചധികം തന്നെ കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു എസ്സേ ഒക്കെ ആയിട്ട് എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്ലസ് വണ്ണിൻ്റെ ആണെങ്കിൽ എക്സാമിനൊക്കെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന് കണ്ടിട്ടുള്ളത് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ബേസിക് അസംഷൻ ബേസിക്കായിട്ട് ഇതിൽ കാണിക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സും ഓണറും രണ്ടും സെപ്പറേറ്റാണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. രണ്ടും സെപ്പറേറ്റാണ്. ബിസിനസ് വേറെ, ഓണർ വേറെ, രണ്ടും ഒന്നല്ല എന്നുള്ളത്. അതാണ് ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. രണ്ടാമത് വന്നിട്ട് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് ഫേം തുടർച്ചയായിരിക്കും, കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ആ ബിസിനസ്സിനൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. സക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ ആയിരിക്കണം പോയിക്കൊണ്ടിരിക്കേണ്ടത്. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. മൂന്നാമത്തത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്നാൽ നമ്മൾ ഒരു ബിസിനസ് ഫേമിൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അല്ലാതെ മണിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം, ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം, ക്യാഷും ക്രെഡിറ്റും അതിൽ മണി വാല്യൂ ഉണ്ടോ എങ്കിൽ മാത്രമേ അത് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. നാലാമത് വന്നിട്ട് ദ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് ഏതാണ്? ഞാൻ പറഞ്ഞു, April 1 to March 31. April 1 തൊട്ട് March 31 വരെയാണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ്, ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അതാണ് ആ ഒരു ടൈമിലുള്ള ട്രാൻസാക്ഷൻസാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ദ അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് സൈഡുണ്ട്. ഒന്ന് ക്യാഷും പിന്നെ ഒന്ന് വന്നിട്ട് ക്രെഡിറ്റും. ക്യാഷ് ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസുമാണ് അക്രൂവൽ കോൺസെപ്റ്റിൽ വരുന്നത്. അതിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ഓണറുടെ ഇക്വിറ്റീനെ ബാധിക്കും. ക്യാഷായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഓണറുടെ ഇക്വിറ്റീനെ ബാധിക്കുന്ന ഒരു കേസാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. എന്നാൽ ക്രെഡിറ്റ് ആണെങ്കിൽ അത് ഓണറെ ബാധിക്കില്ല, പക്ഷേ ബിസിനസ് ഫേമിനെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് വരുന്നത്. ഈ രണ്ട് ട്രാൻസാക്ഷൻസാണ് അക്രൂവൽ കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അക്രൂവൽ കോൺസെപ്റ്റിന് നമ്മൾ വിളിക്കുന്ന മറ്റ് രണ്ട് പേരുണ്ട്. ഒന്ന് അക്രൂവൽ സിസ്റ്റം എന്നും പിന്നൊന്ന് മെർക്കൻറ്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അങ്ങനെയാണ് അക്രൂവൽ കോൺസെപ്റ്റിന് പറയുന്ന രണ്ട് പേരുകളാണ് അക്രൂവൽ സിസ്റ്റം, മെർക്കൻറ്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ബേസിക് അസംഷനിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, തേർഡ് മണി മെഷർമെൻറ്റ്, ഫോർത്ത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, ഫിഫ്ത്ത് അക്രൂവൽ കോൺസെപ്റ്റ്. 5 കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് അസംഷനിൽ പറയുന്നത്. ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ബേസിക് പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ അതിൽ വരുന്ന കോൺസെപ്റ്റ്സുകളാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിയൽ ആയിട്ടുള്ള വാല്യൂ മാത്രമായിട്ട് കാണിക്കുക, റിയൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം. അതായത് ഇപ്പോൾ എന്താണോ നടന്നിട്ടുള്ളത്, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ആ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രം കാണിച്ചാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രോഫിറ്റ് ലോസ് കാര്യങ്ങൾ വരുന്നതൊന്നും നമ്മൾ കാണിക്കേണ്ടതില്ല. റിയൽ ആയിട്ട് എന്ത് ട്രാൻസാക്ഷനാണോ വന്നിട്ടുള്ളത് ആ ട്രാൻസാക്ഷൻ മാത്രം കാണിക്കുക. നെക്സ്റ്റ് വൺ മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസും ഇൻകവും അത് രണ്ടും തമ്മിൽ മാച്ച് ആയിരിക്കണം എന്നതാണ് മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത്.
നമ്മൾക്ക് കിട്ടുന്ന റെസീപ്റ്റ്സ് ആയിക്കോട്ടെ, പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ, റെസീപ്റ്റ്സ് നമ്മൾ എന്താ ചെയ്യുക, ഇൻകത്ത് കാണിക്കും, പേയ്മെൻറ്റ്സ് എക്സ്പെൻസിലുമാണ് കാണിക്കുക. അപ്പോൾ അത് രണ്ടും തമ്മിൽ മാച്ച് ആയിരിക്കണം എന്നാണ് മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഫുള്ളി ഡിസ്ക്ലോഷർ. നമ്മൾ എന്താണോ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടായിരിക്കണം അക്കൗണ്ടിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് ഫുള്ളി ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്നൊക്കെ നമ്മൾ ഡുവൽ ആസ്പെക്ട്സ് പറയാറില്ലേ. എന്താണ് ഡുവൽ ആസ്പെക്ട്സ്? ടു ആസ്പെക്ട്സ്, ഗിവിങ് ആസ്പെക്റ്റും റിസീവിങ് ആസ്പെക്റ്റും. രണ്ട് തരത്തിലാണ്. ഒന്നെന്താ എക്സ്പെൻസ് ഉണ്ടാകുന്നത്, പിന്നൊന്ന് ഇൻകം. പേയ്മെൻറ്റും റെസിപ്റ്റും അതിനെയാണ് നമ്മൾ ഗിവിങ് ആസ്പെക്റ്റ്, റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റാസ്, ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. അതൊരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ടായിരിക്കണം. ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ഒരു ആക്ച്വൽ കോസ്റ്റ് എന്താണോ ഉള്ളത് ആ കോസ്റ്റാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഫർണിച്ചർ, ഒരു കമ്പനി, ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ എനിക്കൊരു ഫർണിച്ചർ ഉണ്ട്. അപ്പോൾ ആ ഫർണിച്ചറിന് എത്രയാണ് നമുക്ക് കോസ്റ്റ് വന്നത്, ആ കോസ്റ്റ് എമൗണ്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ 25,000 രൂപയാണ് ഫർണിച്ചറിന് കോസ്റ്റ് വന്നിരിക്കുന്നത് വെക്കുക. അപ്പോൾ ആ 25 കാണിക്കുക, അതെൻ്റെ ഒരു അസറ്റാണ്. പക്ഷേ അത് ഭാവിയിൽ അതിന് വാല്യൂ കുറയും, ഡിപ്രീസിയേഷൻ സംഭവിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ വാല്യൂ കുറച്ചിട്ടല്ല കാണിക്കേണ്ടത്, ഈ പറഞ്ഞ എത്രയാണോ നമുക്ക് ആ വാല്യൂ വന്നിട്ടുള്ളത്, ആക്ച്വലായിട്ട് അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, 25,000 രൂപയല്ലേ, അതിന് ഭാവിയിൽ തേയ്മാനം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കുറയ്ക്കില്ല. എത്രയാണോ ആക്ച്വൽ വാല്യൂ ഉണ്ടായിരുന്നത് ആ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ടുള്ള ഡിമെറിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുള്ള ഡിമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള അതായത് മാർക്കറ്റ് വാല്യൂ എത്രയാണ് മാർക്കറ്റ് വാല്യൂ നമുക്ക് ബാലൻസ് ഷീറ്റിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ബാലൻസ് ഷീറ്റിൽ നമ്മളേത് കാണിക്കുന്നത്, ആക്ച്വൽ വാല്യൂ ആണ് കാണിക്കുന്നത്, നമ്മൾ വാങ്ങിയ വിലയെ കാണിക്കുന്നുള്ളൂ. അപ്പം മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ലാസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കോൺസെപ്റ്റ്. ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കോൺസെപ്റ്റ്, ബാലൻസ് ഷീറ്റിൽ ഇക്വേഷൻ ഉണ്ട്. ബാലൻസ് ഷീറ്റ് ഈക്വൽ ആണ് അല്ലേ, ടാലിയാണ് ബാലൻസ് ഷീറ്റ്. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ടാലിയാണ്, അതിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ നമുക്ക് വന്നിട്ടുള്ള റിസീപ്റ്റ്സും പേയ്മെൻറ്റും എല്ലാം കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. വന്നതും കൊടുത്തതും എല്ലാം കാണിച്ച് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കണം. അതാണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഇക്വേഷൻസ് പറയുന്നുണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ്. പിന്നെ എക്സ്പെൻസും ലോസും അസറ്റും കൂട്ടിയിട്ടുണ്ടെങ്കിൽ റവന്യൂ ഗെയിനും ലയബിലിറ്റി ആയിരിക്കും. എക്സ്പെൻസ് പ്ലസ് ലോസ് പ്ലസ് അസറ്റ്സ് ഈക്വൽ ടു റവന്യൂ പ്ലസ് ഗെയിൻസ് പ്ലസ് ലയബിലിറ്റി. അതേപോലെ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമുക്ക് കിട്ടുന്നത് അല്ലേ, ടാലി ആയിട്ട് വരുന്നത്. അതിൻ്റെ വേറൊരു ഇക്വേഷനാണ് അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് എക്സ്റ്റേണൽ ലയബിലിറ്റി. അപ്പം ഇത്രയും കോൺസെപ്റ്റുകളാണ് ബേസിക് പ്രിൻസിപ്പിൾസിൽ നമുക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞു റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, അതുപോലെ ഫുള്ളി ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, ഡ്യുവാലിറ്റി കോൺസെപ്റ്റ്, വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്, ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ കോൺസെപ്റ്റ്. ഇത്രയാണ് നമ്മൾ ബേസിക് അസംഷനും പറഞ്ഞു, ബേസിക് പ്രിൻസിപ്പിൾസും പറഞ്ഞു. ഇനി ലാസ്റ്റ് വൺ ആണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മുടെ മോഡിഫൈങ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത് ദി കോൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി. നമ്മുടെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഫോർമേഷനും എമൗണ്ടും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, നാച്ചറൊക്കെ നോക്കിയിട്ടാണ്, ഏത് ഹെഡിലാണ് എങ്ങനത്തെ ട്രാൻസാക്ഷൻസാണ് നടന്നത് എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടീസുകൾ, അതായത് മീൻസ് അക്കൗണ്ടിങ് പ്രാക്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും പാടില്ല. എന്താണോ ആ അക്കൗണ്ടിങ് പ്രാക്ടീസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിക്ക് തന്നെയായിരിക്കണം നമ്മൾ അക്കൗണ്ടിങ്ങിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അത് എത്ര വർഷമായാലും ആ പ്രാക്ടീസുകൾ മാറ്റിയിട്ടായിരിക്കരുത് നമ്മൾ ചെയ്തത്. കുറച്ച് റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ട് അക്കൗണ്ടിൽ, എങ്ങനെ കാര്യങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യണം, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെയായിരിക്കണം അത് റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ടൈംലിനെസ് കോൺസെപ്റ്റ്. അത് ഒരു പ്രോപ്പർ ടൈമിൽ തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും, ഇപ്പം ഇന്ന് നമുക്കൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി, അപ്പോൾ അതിൻ്റെ പർച്ചേസും അതുപോലെ എത്ര ക്യാഷ് കിട്ടി കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുക. ക്യാഷ് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. അന്നു തന്നെ അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക എന്നാണ് ടൈം ലൈനസ് കോൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ കൺസർവേറ്റിസം കോൺസെപ്റ്റ്. കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ കാണിക്കുന്നത്. ഓൾട്ടർനേറ്റീവ്സ് ഒന്നും കാണിക്കരുത്, അത് ഓൾട്ടർനേഷൻ ഒന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ വാല്യൂവിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ എമൗണ്ട് എത്രയാണോ എന്നുള്ളത് അത് തന്നെ റെക്കോർഡ് ചെയ്യുക. അതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ ഇൻഡസ്ട്രി പ്രാക്ടീസ് കോൺസെപ്റ്റ്. അത് ഓരോ ഇൻഡസ്ട്രിയും, എല്ലാം വ്യത്യസ്ത തരം ഇൻഡസ്ട്രീസ് ആണല്ലോ നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും അവർ പലതരത്തിലുള്ള അവരുടെ ആ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടുള്ള രീതിക്കായിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അത് അവർക്ക് എങ്ങനെയാണോ ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിക്ക് ആ രീതിക്കായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതാണ് പറയുന്നത് ഇൻഡസ്ട്രി പ്രാക്ടീസ് കോൺസെപ്റ്റ്. അതിൽ എല്ലാത്തിൻ്റെയും മെത്തേഡ് ഒന്നായിരിക്കും, പക്ഷെ അവരവർ ഓരോ ഇൻഡസ്ട്രിയിലും എങ്ങനെയാണോ ചെയ്യുന്നത് ആ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുതന്നെയാണ് ഇൻഡസ്ട്രി പ്രാക്ടീസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കോൺസെപ്റ്റുകൾ വരുന്നത്. അതായത് ഫസ്റ്റ് വൺ ബേസിക് അസംഷൻസിൽ നമ്മൾ കുറച്ച് കോൺസെപ്റ്റ് 5 കോൺസെപ്റ്റ് പറഞ്ഞു. അതുപോലെ ബേസിക് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞു 7 എണ്ണം. മോഡിഫൈങ് പ്രിൻസിപ്പിൾസിൽ 5 എണ്ണം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.